ഹായ് മൈ ലവ്സ്. അപ്പോൾ ഞാൻ നമ്മുടെ സെക്കൻഡ് പാർട്ടായിട്ട് വന്നിരിക്കുകയാണ് ആമസോൺ എസെൻഷ്യൽ ഹോൾ വീഡിയോസിന്റെ. അപ്പോൾ ഇന്ന് നമുക്ക് കാണിക്കാനായിട്ടുള്ളത് വെൽനസ് ആൻഡ് ബ്യൂട്ടി പ്രോഡക്ട്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ക്ലീനിങ് ബിറ്റ്സും പിന്നെ ഹോം എസെൻഷ്യൽസും ഒക്കെ ആയിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് വീഡിയോയിൽ വരുന്നത് ബ്യൂട്ടി വെൽനസിന്റെ ആണ് കേട്ടോ. അതിൽ എൻ്റെ ഹസ്ബൻഡിന്റെ ഐറ്റംസ് കൂടുതൽ പെടുന്നത്, കാരണം ജിമ്മിൽ പോകുന്ന വ്യക്തികൾക്ക് അറിയാൻ പറ്റും ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ഐറ്റംസ്. അപ്പോൾ അധികം സംസാരിക്കുന്നില്ല, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഫസ്റ്റ് തിങ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ആയുർവേദയിൽ ശിലാജിത്തിന്റെ ബെനിഫിറ്റ്സ് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. അപ്പോൾ ശിലാജിത്ത് കമ്മീസ് ആണ് കേട്ടോ ആള് മേടിച്ചിരിക്കുന്നത്. ശിലാജിത്ത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയുടെ റെജുവനേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ എക്സസൈസ് ചെയ്തിട്ട് ഫറ്റീഗ് ആവുന്നവർക്ക് വേണ്ടിയിട്ടും ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ശിലാജിത്ത് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റും ഒരു വർക്കൗട്ട് എസെൻഷ്യൽ ആണ് കേട്ടോ. അത് നമ്മുടെ പ്രീ വർക്കൗട്ട് ആണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ കാണിക്കുന്ന വെൽനസ് ഐറ്റംസ് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയുമായിട്ട് ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് വേണം മേടിച്ച് ഉപയോഗിക്കാനായിട്ട്. ഐ എം നോട്ട് റെക്കമെൻഡിങ് എനിവൺ ടു യൂസ് ദീസ് പ്രോഡക്ട്സ് ഓർ ബൈ ദിസ്. ജസ്റ്റ് ഞാൻ പറയുന്നതേ ഉള്ളൂ, ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സിനായിട്ടുള്ള സപ്ലിമെന്റ്സും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് പ്രീ വർക്കൗട്ട് ആൾ യൂസ് ചെയ്യുന്നത്. ഇത് ബിഗ് മസിൽസിന്റെ ന്യൂട്രീഷൻ സെക്സ് ഓൺ ദ ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലേവർ ആണ് അതിന്റെ വരുന്നിട്ടുള്ളത്. ഇത് കിങ് ഓഫ് പ്രീ വർക്കൗട്ട്സ് എന്നാണ് പറഞ്ഞത്. ഞാൻ ChatGPT-യോടും ചോദിച്ചിട്ട്, ChatGPT ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് അഡ്വൈസ് തരാൻ പറ്റിയ ഒരാളല്ല. പക്ഷെ ഞങ്ങൾ ഇപ്പം നമ്മളുടെ നിലവിലുള്ളതിൽ ബെസ്റ്റ് ആയിട്ട് നോക്കിയപ്പോൾ കിട്ടിയതാണ് ഇത് കേട്ടോ. പിന്നെ ആളെടുക്കുന്ന ക്രിയാറ്റിനും മസിൽ ബ്ലേസിന്റെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഈ സംഭവം. വർക്കൗട്ട് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ക്രിയാറ്റിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഞാൻ എടുക്കാറില്ല, പക്ഷെ ഹസ്ബൻഡ് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ക്രിയാറ്റിൻ ഇതായിരുന്നു കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ ആൾ യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ പൗഡറും നമ്മുടെ മസിൽ ബ്ലേസിന്റെ തന്നെയാണ്. ഇതും നല്ല ഇപ്പം കറന്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡ്സ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് മസിൽ ബ്ലേസ് ഉണ്ടായിരുന്നു, വൺ ഓഫ് ദി ബെസ്റ്റ് ബ്രാൻഡ്സ്. അപ്പോൾ അതാണ് കേട്ടോ ആളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നേരത്തെ വേറൊരു ബ്രാൻഡ് ആയിരുന്നു, ഞാനത് മെൻഷൻ ചെയ്യാം. ഇപ്പോൾ കറന്റ്ലി യൂസ് ചെയ്യുന്ന ബ്രാൻഡാണ് മസിൽ ബ്ലേസിന്റെ ഈ ഒരു വേ പ്രോട്ടീൻ. ഇതിടയ്ക്ക് ഞാനും യൂസ് ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഒരു പ്രോട്ടീൻ ആണ് കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും എടുക്കുന്ന മൾട്ടി വിറ്റമിൻസ് ആണ് കേട്ടോ ഞാനിത് കാണിക്കാൻ പോകുന്നത്. ഞാൻ എടുക്കുന്ന HK വൈറ്റൽസിന്റെ മൾട്ടി വിറ്റമിൻസ് ആണ്. ഇത് വുമന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ളതാണ്, എനർജിക്കും ഇമ്മ്യൂണിറ്റിക്കും ആയിട്ട്. ഇതിൻ്റെ അകത്ത് കുറേ ഐറ്റംസ് ഉണ്ട്, വൈറ്റമിൻസ്, മിനറൽസും അയൺസും മഗ്നീഷ്യം അങ്ങനെ അടങ്ങിയിട്ടുള്ള എല്ലാ നമുക്ക് ഗേൾസിന് വേണ്ടിയിട്ടായിട്ടുള്ള സാധനങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് യൂസ് ചെയ്യുന്നത് മെഗാമെൻ എന്ന് പറഞ്ഞിട്ടുള്ള മൾട്ടി വിറ്റമിൻ ആണ് കേട്ടോ. ഇതും പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെയും ബ്രെയിനിന്റെയും ഹെൽത്തിന് വേണ്ടിയിട്ടും കൂടിയുള്ളതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും യൂസ് ചെയ്യുന്ന മൾട്ടി വിറ്റമിൻസ് ഇതാണ്. പിന്നെ നെക്സ്റ്റ് നമുക്ക് ബ്യൂട്ടി പ്രൊഡക്ട്സിലേക്ക് പോകാം കേട്ടോ. എൻ്റെ കണ്ണിൽ കുറച്ച് ക്ഷീണം നിങ്ങൾക്ക് ഫീൽ ചെയ്യായിരിക്കും. അത് 2 ദിവസമായി ഒന്ന് ശരിക്കും ഉറങ്ങിയിട്ട്, അതുകൊണ്ടാണ് പറയുമ്പോൾ എനിക്ക് ബ്രെയിൻ ഫോഗിങ്ങും ആവുന്നുണ്ട്. പക്ഷേ വി ഹാവ് ടു കണ്ടിന്യൂ, അതുകൊണ്ട് ഞാൻ ചെയ്യാണ് കേട്ടോ. ഫസ്റ്റ് ബ്യൂട്ടി പ്രോഡക്റ്റ് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ OG പ്രോഡക്റ്റ് ആണ്. പണ്ട് തൊട്ട് നമ്മൾ യൂസ് ചെയ്തതാണ്. ഹെയർ കെയർ ഷാമ്പു ആണ് കേട്ടോ. ഹെർബൽ ഷാമ്പു ദീദിയുടെ. ഇത് എവറിഡേ ഷാമ്പു ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ, ലാദർ ചെയ്യുമ്പം നല്ലതായിട്ട് ഇങ്ങനെ പതഞ്ഞു വരണം, എങ്കിലേ എനിക്കൊരു തൃപ്തി ഉണ്ടാകാറുള്ളൂ. അപ്പം അങ്ങനെയുള്ള കുറച്ച് ഷാമ്പൂസിൽ ഒരെണ്ണമാണ് കേട്ടോ ഇത് വരുന്നത്. പക്ഷെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന സുപരിചിതമായിട്ടുള്ളൊരു ബ്രാൻഡാണ് ദീദി ഷാമ്പു. എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം എന്ന് തന്നെ പറയാം. ആൻഡ് ഹണിയുടെ ഈ ഒരു ഡീപ്പ് മോയ്സ്ചർ ട്രീറ്റ്മെൻറ്റ്, ഓ മൈ ഗോഡ്, ഇതിൻ്റെ സ്മെല്ലും ഇതിൻ്റെ ആ ഒരു ഫീലും വേറെ ഒരു ലെവലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ചില സമയത്ത് നമുക്ക് ഡീപ്പ് മോയ്സ്ചർ ആവശ്യമുള്ള സമയത്ത് ഹെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ. നമുക്കൊരു കണ്ടീഷണർ പോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. പ്ലസ് ഒരു ഹെയർ മാസ്ക് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. എത്രയും നേരം നമ്മൾ വെക്കുന്നോ അത്രയും നല്ല സിൽക്കി സ്മൂത്ത് ആയിട്ട് ഹെയർ മാറും. കുറച്ച് എക്സ്പെൻസീവ് സൈഡിലാണെങ്കിൽ ഐ വുഡ് ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ദിസ്. ഇത് അത്രയ്ക്കും നല്ലൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഓ, അടിപൊളി സ്മെല്ലാണ് കേട്ടോ. എനിക്ക് നോട്ട്സ് പറഞ്ഞു തരാൻ വേണ്ടി പറ്റുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നോട്ട്സ് പറയാത്തത്. പക്ഷെ ഒരു പ്രത്യേകതരം സ്മെല്ലാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിനകത്ത് ആർഗൻ ഓയിലും വരുന്നുണ്ട്, ഹണിയും വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ OG ഹെയർ പ്രൊഡക്റ്റ് ആണ്. പക്ഷെ ഇതിപ്പോൾ പുതിയതായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് നമ്മുടെ ഇൻറ്റുലേഗയുടെ സ്കാൽപ്പ് സിറം. ഞാൻ പറഞ്ഞിരുന്നല്ലോ എൻ്റെ ഫേവറേറ്റ് ആണ് ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിന്റെ സ്കാൽപ്പ് സിറം. അത് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതും ഞാൻ മേടിച്ചിട്ട് നോക്കാമെന്ന് വിചാരിച്ചു, ഒന്ന് എങ്ങനെയുണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടി മേടിച്ചതാണ്. ഇതിലും നമുക്ക് ഒരു ഡ്രോപ്പറും വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ബോട്ടിലാണ് കേട്ടോ സിറം വരുന്നത്. ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ ഇത്. അത്യാവശ്യം നല്ല റിവ്യൂസ് ഒക്കെ കേട്ടു. ഇനിയിപ്പോൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റൂ. പിന്നെ നെക്സ്റ്റ് നമ്മുടെ സിറോണ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ഫേസ് റേസേഴ്സ് ആണ്. ഞാൻ ഫേസ് ഷേവ് ചെയ്യാറുണ്ട്, കുറേ വർഷമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ
നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക ഒരു സ്മൂത്ത് സർഫസ് കിട്ടും. മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഷേവ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തന്നെയാണ് എൻ്റെ ഐബ്രോസും ഷേവ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ടൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഇത്. ഞാൻ പല ബ്രാൻഡ്സിൻ്റെ ഈ മേടിക്കാറുണ്ട്. ഇത് സിറോണ എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ചെറിയ ഹെഡാണ് വരുന്നത്. അപ്പം നമുക്ക് കുറച്ചുകൂടെ പ്രിസിഷനായിട്ട് ചെയ്യാൻ പറ്റും ഐബ്രോസ് ചെയ്യുമ്പോൾ. ഇത്രയും കുഞ്ഞി ഹെഡാണ് കേട്ടോ അതിൻ്റെ വരുന്നത്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ക്യൂട്ടായിട്ടും തോന്നി. പിന്നെ ഞാൻ അണ്ടർ ഐ ക്രീംസ് നമുക്ക് അഫോർഡബിൾ റേഞ്ചിൽ ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നതാണ് മിനിമലിസ്റ്റിൻ്റെ വൈറ്റമിൻ കെ ആൻഡ് റെറ്റിനാൽ ഐ ക്രീം. റെറ്റിനാൽ ആവശ്യമുണ്ട്, കണ്ണിൻ്റെ താഴെ ഒരുപാട് റിങ്കിൾസ് വീഴുന്നുണ്ട്. ഉറക്കം ശരിയാക്കാൻ്റെയാണ് മെയിൻ ആയിട്ടുള്ളത്. സ്ലീപ്പ് ഹാബിറ്റ് റെഡി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പകുതി ഡാർക്ക് സർക്കിൾസും ഒന്ന് കുറയും. ഇതിനകത്ത് വൈറ്റമിൻ കെയും വരുന്നുണ്ട്, റെറ്റിനാലും വരുന്നുണ്ട്. റെഡ്യൂസസ് ഡാർക്ക് സർക്കിൾസ്, പഫിനെസ് ആൻഡ് ഫൈൻ ലൈൻസ്. നമുക്ക് റീയൂസബിൾ ആയിട്ടുള്ള ഫേക്ക് നെയിൽസിന് ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ഈ ഗഷ് ബ്യൂട്ടിയുടെ ഫേക്ക് നെയിൽസ്. ഇതിന് 799 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. ചിലപ്പോഴൊക്കെ ഓഫേഴ്സ് ഉണ്ടാവും, അപ്പം മേടിക്കുന്നതായിരിക്കും നല്ലത്. ഇത് നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. നല്ല നെയിൽസും ആണ് കേട്ടോ. പിന്നെ പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കെല്ലാം അറിയാവുന്ന ഒരു ബ്രാൻഡാണ് താഫ്റ്റിന്റെ ഹെയർ പ്രോഡക്ട്സ്. അപ്പോൾ അതിന്റെ ഒരു മൂസ് ഞാൻ മേടിച്ചായിരുന്നു. ഇത് ലോങ് ലാസ്റ്റിംഗ് കേൾസിന് വേണ്ടിയിട്ടുള്ള ഒരു മൂസ് ആണ് കേട്ടോ. അവരുടെ ലെവൽ വരുന്നത് 3 ആണ്, 575 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റും ഞാൻ അവരുടെ തന്നെ മൂസ് ആണ് എടുത്തത്. ഇത് വരുന്നത് ഹോൾഡിന്റെ മൂസ് ആണ് കേട്ടോ എടുത്തത്. ഇത് നമുക്ക് സ്ട്രോങ് ഹോൾഡ് ആണ്, കുറെ നേരം ഹെയറിന് നമുക്ക് സ്റ്റൈൽ ചെയ്യാനായിട്ട് അത് നിൽക്കും, അതുപോലെ തന്നെ നിൽക്കും. അപ്പോൾ ഇത് വരുന്നത് 5 ആണ് കേട്ടോ പവർ വരുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഒരു നോർമൽ എസെൻഷ്യൽ ആണ് കോട്ടൺ പാഡ്സ്. ഇത് എത്ര മേടിച്ചാലും നമുക്ക് തികയില്ല. അപ്പോൾ അങ്ങനെ ഒരു കോട്ടൺ പാഡിന്റെ സെറ്റ് ആണ് കേട്ടോ മേടിച്ചത്. ഇത് ഗബിന്റെ ആണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഞാൻ എടുത്തത് ഇൻസൈഡ് കോസ്മെറ്റിക്സിന്റെ സ്മഡ്ജ് ഫ്രീ ഐബ്രോ പെൻസിലാണ്. നമുക്ക് പൊമേഡ് ഒക്കെ യൂസ് ചെയ്യാൻ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. ആ ടൈം ഇല്ലാത്ത സമയത്ത് എനിക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടം നമ്മുടെ ബ്രോ പെൻസിൽസ് ആണ്. വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ബ്രോ ഒന്ന് ഫില്ല് ചെയ്തിട്ട് പോകണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ ഇത്. ഇറ്റ് സ്കിന്നിന്റെ ആയിരുന്നു നമ്മൾ വൈറ്റമിൻ സി സെറം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചാണ് ഗുഡ്ഡാലിന്റെ വൈറ്റാ സി ഡാർക്ക് സ്പോട്ട് സെറം. ഇതും നല്ല റിവ്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 2-3 ടൈംസ് യൂസ് ചെയ്തിട്ടുള്ളൂ, പക്ഷെ നല്ലൊരു ഡിഫറൻസ് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വീണ്ടും എൻ്റെ ഹെയർ കെയറിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഇത്. ഞാനിപ്പോൾ കുറേ ഷാംപൂസ് ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ലാസ്റ്റ് ഹോളിലും കാണിച്ചു തന്നിരുന്നു. എനിക്ക് ഷാംപൂസ് പെട്ടെന്നാണ് തീരുന്നത്. ഞാൻ ചിലപ്പോൾ ഡബിൾ വാഷ് ഒക്കെ ചെയ്യും ഹെയർ. ഇത് ഞാൻ പണ്ട് മുതലേ യൂസ് ചെയ്യുന്ന ഒരു ഷാംപൂ ആണെന്ന് തന്നെ പറയാം. അതിൽ അഫോർഡബിൾ റേഞ്ചിന് നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മുടെ ഹിമാലയയുടെ ഒരു നീം ഫേസ് വാഷ് ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് ബയോട്ടിക്കിന്റെ ഫ്രഷ് നീം ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ. ഇതും നല്ലൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. പ്രൊഫഷണലായിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണെങ്കിൽ നമുക്കറിയാം ഹൈജീൻ എത്രത്തോളം പ്രാധാന്യമാണെന്ന്. നമ്മൾ വേറെ ഒരാൾക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഡിസ്പോസിബിൾ ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ 3 പ്രോഡക്ട്സ്, ഇന്നറിന്റെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ബ്രഷും, പിന്നെ ഇത് നമുക്ക് ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടും, ഇത് നമ്മുടെ മസ്കാര അല്ലെങ്കിൽ ഐബ്രോ വോണ്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ 3 പാക്കറ്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നതും ഒരു എസെൻഷ്യൽ ആണെന്ന് തന്നെ പറയാം. കാര്യം ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുമ്പോൾ നല്ല പഫി ഫേസ് ആവും. എനിക്ക് എപ്പോഴും മൂൺ ഫേസ് ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും എൻ്റെ മുഖത്താണ് സ്വോളൻ ആയിട്ടിരിക്കാറ്. എൻ്റെ മുഖത്താണ് അറിയാൻ പറ്റുന്നത് നമുക്ക് ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ അതിനായിട്ട് നേരത്തെ ഗുവാഷ യൂസ് ചെയ്തിരുന്നു, നമ്മുടെ നോർമൽ ഗുവാഷ. പക്ഷെ എന്നും ചെയ്യാറില്ല. എനിക്ക് കൂടുതൽ പഫി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് മാത്രം നമ്മുടെ ഫ്ലൂയിഡ്സ് ഒന്ന് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗുവാഷ യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ LED ലൈറ്റ്സിന്റെ ഒരു ട്രെൻഡ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്, നല്ല ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ അതുകൊണ്ട് LED ലൈറ്റ്സ് പ്ലസ് ഗുവാഷ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഗുവാഷയാണ് കേട്ടോ ഞാൻ മേടിച്ചിരിക്കുന്നത്. നല്ലൊരു പ്രോഡക്റ്റ് ആണ്, നല്ല റിവ്യൂ ഉണ്ട്. ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. പിന്നെ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ഏത് മോഡ് വേണമെന്ന് തീരുമാനിക്കാം. ഗ്രീൻ കുറച്ചുകൂടെ ലെവൽ കുറഞ്ഞതാണ്. റെഡ് ലൈറ്റ്സ് വരുമ്പോൾ ഇവിടെ കുറച്ചുകൂടെ നമുക്ക് വീര്യം കൂടി, മീൻസ് മനസ്സിലായി, കുറച്ചുകൂടെ വൈബ്രേറ്റഡ് ആവും. അതുമല്ല ഇതിനകത്തൊരു ചെറിയ ചൂടും കിട്ടും കേട്ടോ. അതുകൊണ്ട് നല്ല സുഖമാണ് നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട്. മുഖത്തൊന്ന് റിലാക്സ്ഡ് ആക്കാൻ വേണ്ടിയിട്ടും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ ഈ പ്രൊഡക്ട്സിന്റെ എല്ലാം ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ക്ലീനിങ് ബിറ്റ് ഞാൻ പറയാനായിട്ട് വിട്ടുപോയിരുന്നു, പറഞ്ഞായിരുന്നല്ലോ. ഞാനിപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ളതാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഡിഷ് വാഷിംഗ് ആണെങ്കിലും ഡിറ്റർജൻറ്റ് ആണെങ്കിലും ഒക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് സ്വിച്ച് ചെയ്യാറുണ്ട് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റിലേക്ക്. അപ്പോൾ ഇത് ഓവ്നെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ഡിഷ് വാഷ് ലിക്വിഡ് ആണ്. റീഫിൽ പാക്ക് ആണ് നമ്മൾ മിക്കപ്പോഴും മേടിക്കാറ്. അത് മാത്രമല്ല ഗൈസ്, ഇതുണ്ടല്ലോ ഒരു പെർഫ്യൂമറി സ്മെല്ലാണ് കേട്ടോ ഇതിന്. ഞാനാണെങ്കിൽ ശരിക്കും നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് എല്ലാവർക്കും ഡിഷ് വാഷിംഗ് ലിക്വിഡിന്റെ ഒരു ഏകദേശ ഐഡിയ അറിയാലോ, ഒരു ക്ലീഷേ സ്മെൽ ഉണ്ടാവും. പക്ഷെ ഇത് അതല്ല കേട്ടോ. ഇത് ശരിക്കും നമുക്ക് ഒരു പെർഫ്യൂം സ്മെല്ലാണ് കിട്ടുന്നത്. ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും എൻ്റെ ഹസ്ബൻഡിനും. അപ്പോൾ അത് ഞാൻ ഒന്ന് വിട്ടുപോയായിരുന്നു പറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ആഡ് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ആമസോൺ ഹോൾ വീഡിയോ. കുറച്ചേറെ പ്രോഡക്ട്സ് ഉണ്ടായിരുന്നു. ഒരു വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ ഇത് ഭയങ്കര ലോങ് ആയി പോകുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ 2 പാർട്ടായിട്ട് ചെയ്തത്. അപ്പോൾ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. കുറച്ച് പേർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ. ലവ് യു ഗൈസ്.